ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 10. ഇന്ന് നമുക്ക് വളരെ സാധാരണയായിട്ട് തോന്നുന്ന ഒരു നമ്പറാണ് 0 അല്ലേ? പക്ഷെ 0 കണ്ടുപിടിച്ചത് ആരാണ്? 0 എന്തുകൊണ്ടാണ് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ലാത്തത്? 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മാത്തമെറ്റീഷ്യനാണ് ബ്രഹ്മഗുപ്ത. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൂജ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റൂൾസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ആളുകൾക്ക് ഒന്നുമില്ല എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. സോ ഇന്ത്യയിലാണ് ആദ്യമായിട്ട് 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഖ്യ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി എന്തുകൊണ്ട് 0 പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല? നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 0 നടുക്ക് എഴുതും, റൈറ്റ് സൈഡ് പോസിറ്റീവ് നമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് നമ്പേഴ്സ്, അങ്ങനെയാണ് നമ്മൾ എഴുതാറ്. സോ ഹിയർ 0 എന്തുകൊണ്ട് പോസിറ്റീവിലും പെടുത്തുന്നില്ല നെഗറ്റീവിലും പെടുത്തുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 0നെ ഇവിടെ ഒരു ബൗണ്ടറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നമുക്ക് കുറച്ച് പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്, ഒന്നുമില്ല, നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയും ഉണ്ട്. സോ ഒന്നില്ല എന്നുള്ളതിനെ നമ്മൾ 0 ആയിട്ട് കണക്കാക്കി അതൊരു ബൗണ്ടറി ആയിട്ടും ദെൻ പോസിറ്റീവ് നമ്പേഴ്സും അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും ആഡ് ചെയ്തു. സോ 0 എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് നമ്പേഴ്സിനെയും നെഗറ്റീവ് നമ്പേഴ്സിനെയും വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 0 എന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ 0 ഇല്ലായിരുന്നെങ്കിൽ 9ൽ വെച്ചിട്ട് എല്ലാം എൻഡായി പോയേനെ അല്ലേ? 0 തന്നെയാണ് ഈ നമ്പേഴ്സ് ഇങ്ങനെ തുടർന്ന് പോകാനുള്ള വൺ ഓഫ് ദ റീസൺ. സോ 0ന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും, അതുപോലെ ഇങ്ങനെയുള്ള മാത്സ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മാത്സ് റിലേറ്റഡ് ടോപ്പിക്സ്, അതായത് ക്വസ്റ്റ്യൻസ്, സ്റ്റോറീസ്, ഹിസ്റ്ററീസ്, അങ്ങനെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കും. സോ ടേക്ക് കെയർ, ബൈ.